നമസ്കാരമുണ്ട്. കൊല്ലം വാർത്തകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പതിവ് വീഡിയോ പോലെ വളരെ സന്തോഷകരമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, വളരെ വിഷമകരമായിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ കുണ്ട്ര പനയങ്കോട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നിരിക്കുക. അപ്പം ഇതാണ് ബൈജു ചേട്ടൻ. അദ്ദേഹം ഇവിടെ കിടപ്പാണ് കേട്ടോ. ബാ. അപ്പോൾ 2 വർഷമായിട്ട് അദ്ദേഹം കിടപ്പാണ്. ബൈജു ചേട്ടാ, ഞാൻ ബൈച്ചേട്ടൻ്റെ മൈക്ക് തരാം. തീരെ ആവശ്യം നിലയിലാണ്. ഞാൻ വെച്ച് വിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ചോളാം. അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ഈ വിരളൊന്നും നൂലത്തില്ല കേട്ടോ. പല പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെ മൊത്തം ഓപ്പറേഷനൊക്കെ ചെയ്തതിൻ്റെ പാടുകളൊക്കെയാണ്. അപ്പം അത് ഡീറ്റെയിൽസ് കൂടുതൽ അദ്ദേഹത്തിനോട് നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്. വൈഫിനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഇതാണ് വൈഫ്, അദ്ദേഹത്തിൻ്റെ വൈഫാണ് കേട്ടോ. ബൈച്ചേട്ടൻ്റെ നിലവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെയാണ് ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? 2 വർഷമായിട്ട് ചികിത്സയിലാണ് മെഡിക്കൽ കോളേജിൽ. ആദ്യം ഞരമ്പിൻ്റെ അസുഖമായിട്ട് നടക്കാൻ വയ്യാതെ കിടപ്പിലായിപ്പോയി. അങ്ങനെ 1 വർഷം വരെ അങ്ങനെ ചികിത്സിച്ച് അതിനുശേഷം ഇപ്പം ക്യാൻസറും കൂടെ ആയി. 2 അസുഖത്തിനും കൂടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വലിയ ചിലവുകൾ വരുന്നുണ്ടല്ലേ? നല്ല ചിലവുണ്ട്. അങ്ങനെ ഈ വീടും വസ്തുവൊക്കെ ലോൺ ഇരിക്കുകയാണ്. ലോൺ വെച്ചാണ് ചികിത്സ തുടങ്ങിയത്. പിന്നെ ഞാൻ പശുവിനെ വളർത്തായിരുന്നു ജോലി. അങ്ങനെ പശുവിനെയൊക്കെ വിറ്റാണ് ഓരോരോ പ്രാവശ്യവും ആശുപത്രി പോകുന്നത്. ഒരുപാട് പൈസ ചിലവുണ്ട്. വണ്ടി വിളിച്ച് ഹെവി ഡ്രൈവറായിരുന്നു. സിമെന്റ് വണ്ടിയിലൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ എത്ര നാളായി ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ വന്നതിന് ശേഷം? ഇപ്പോൾ 2 വർഷമായി. 2 വർഷത്തോളമായിട്ട് കിടപ്പാണ്. 2022 ഒക്ടോബർ 10-ാം തീയതി കിടപ്പിലായി. ഇങ്ങനെ മറിഞ്ഞ് വീഴാൻ തുടങ്ങി വീണുപോയി കിടപ്പിലായതാണ്. നിലവിൽ കീമോ ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ എത്ര കീമോ കഴിഞ്ഞ്? ഇപ്പോൾ 24 കീമോ കഴിഞ്ഞ്. ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുന്നു. മജ്ജ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് 4.5 ലക്ഷം രൂപ ആകും. 4.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയ ഒരു സംഖ്യയാണല്ലേ? അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യമാണ് ഈ ഒരു കുടുംബത്തെ നിലവിലുള്ളത്. അപ്പം ആൺതരികളായിട്ട് ആരുമില്ല, ആകെയുള്ള 2 പെൺപിള്ളേരാണ്. അവർ പഠിക്കുകയാണ്. അത് ശരി. അപ്പം മറ്റ് വരുമാന മാർഗങ്ങളോ നമുക്കൊന്നുമില്ല നിലവിൽ? അല്ല, ഒരു വരുമാന മാർഗവും ഇല്ല. അപ്പം ബൈജു ചേട്ടൻ്റെ ഈ ഒരു കിടപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ചേച്ചിക്ക് മറ്റൊരു ജോലിക്ക് പോകാനോ ഒന്നുമുള്ള ഒരു ആരോഗ്യവും ഇല്ലല്ലേ? ഇല്ല, പോകാൻ പറ്റത്തില്ല. എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. ചോറൊക്കെ വാരി കൊടുക്കണം. എല്ലാം ബൈജുചേട്ടൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കിടക്കുമല്ലേ. അപ്പം മറ്റൊരു ജോലിക്ക് പോകാനും സാധ്യമല്ല. അപ്പോൾ ഈ ചികിത്സ ചെലവുകൾ വലിയ രീതിയിൽ കൂടുതലോ? ഒരു പ്രാവശ്യം നമുക്ക് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ എത്ര രൂപയാവുന്നുണ്ട്? തിരുവനന്തപുരത്ത് പോകുന്നതിന് 5000 രൂപ ഒരു പ്രാവശ്യം. നമ്മുടെ ബന്ധുക്കളോ മറ്റാരും നമ്മളെ സഹായിക്കാൻ ഇത്രയും വലിയൊരു തുക തന്ന് സഹായിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? സഹായിക്കാൻ ആരുമില്ല. ആരെങ്കിലും ഒക്കെ തന്നാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് മറ്റേത് നേരത്തെ പശുവിനെയും വിറ്റും ലോൺ എടുത്തും അങ്ങനെയൊക്കെ. ഇപ്പൊ പിന്നെ ഒന്നും പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ട്. അത് ശരി. അപ്പം നമുക്ക് തീരെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ വന്നില്ലേ? അപ്പം തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ പ്രേക്ഷകർ അവരുടെ കയ്യിൽ നിന്നൊരു സഹായം നമ്മൾ ഈ വീഡിയോയിലൂടെ ചോദിക്കുകയാണ്. അപ്പം അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്താം. അപ്പം ബൈജുചേട്ടൻ്റെ ഇവിടെ ഫോൺ നമ്പറൂടെ കൊടുക്കാം. അപ്പം വിളിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച ശേഷം അപ്പം ചികിത്സാ ചെലവിനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഒരു സഹായം ചെയ്യാന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിൻ്റെ നാഥൻ്റെ ആ ഒരു ആരോഗ്യം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അപ്പം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കണം. അതായത് അദ്ദേഹത്തിന് എണീറ്റ് നടന്ന ശേഷം വീണ്ടും ജോലിക്ക് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അപ്പം ഈ മജ്ജ മാറ്റിവെൽക്ക് ശസ്ത്രക്രിയയാണ് എൻ്റെ ഒരു പോകാൻ വഴിയായിട്ട് ഡോക്ടർ പറയുന്നത്. നടക്കണമെങ്കിൽ അതേ പറ്റൂ. ബൈജുചേട്ടൻ്റെ ഒരു നടന്ന് പൂർണ്ണ ആരോഗ്യമായിട്ട് നടന്ന് പഴയ പോലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് നടക്കണമെങ്കിൽ നമ്മുടെ ഒരു കനിവ് കൂടെ ഉണ്ടായിരിക്കണം. അപ്പം ബൈജുചേട്ടനെ ഈ ഒരു കിടപ്പിൽ നിന്ന് നമുക്ക് എല്ലാവരുടെ കൈപിടിച്ച് ഉയർത്തി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ബൈജുചേട്ടനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ബൈജുചേട്ടൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഒരു ഹെൽപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ മൊബൈൽ നമ്പർ എല്ലാം ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. പരമാവധി ആൾക്കാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ചെയ്തേ പറ്റൂ.